ഇത് നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു അരുവിയാണ് കേട്ടോ. ഒരുപാട് ഈ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു ജലസ്രോതസ്സാണത്. നമ്മുടെ പറമ്പ് ഇങ്ങനെ ഇതിൽ കുരുമുളകൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പഴുക്കാണെന്ന് തോന്നണം. പിന്നൊരു അവധി ദിവസമായിട്ടൊന്ന് പണിക്കൊന്നും പോയില്ല. ഇന്ന് സൺഡേ ആണ്. പിന്നെ ഇങ്ങനെ പറമ്പിൽ എന്തെങ്കിലും കല്ലറ ചില്ലറ പണിയൊക്കെ എടുക്കാമെന്ന് കരുതിയിരിക്കുക. നമ്മളിവിടെ പുതിയതായിട്ട് വെച്ച കുറച്ച് കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വർഷം വെച്ചാണ്. കാന്താരിയൊക്കെ പഴുത്തിക്കണുണ്ടോ. ഇങ്ങനെ പറമ്പിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ ഇതുപോലെ കാണുമ്പോഴേ. ഇന്നും കുറച്ച് കാപ്പിക്കുരു പറിക്കാനുണ്ടായിരുന്നു. പറിച്ച് കഴിഞ്ഞില്ല. പഴുക്കണത് മാത്രമാണ് പറിക്കൽ സാധാരണ. വലിയ കാര്യമായിട്ടൊന്നും വെച്ചു വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്യാനേ. പറമ്പിൽ കൂടി നടക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേകമായ സുഖമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ സാധാരണ ചെയ്യണ പണിയുടെ വീഡിയോ ഇല്ലെന്ന്. ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് ഇത് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഈ മിക്ക കമൻറ്റുകളും കാണാം, പണിക്ക് പോടാ പണിക്ക്. എനിക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെയാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും പണി ചെയ്യണ വീഡിയോയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പറയണേ. പിന്നെ ഇത് പണിയില്ല. ഞാൻ പറയാൻ വന്നതാണ്, വീഡിയോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് അല്ല ചെയ്യണത്. അപ്പോൾ എഡിറ്റിംഗ് ഒന്നും പെട്ടെന്നൊരു വീഡിയോ എടുക്കുക, അത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളയും കേട്ടോ, എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അല്ലാണ്ട് മറ്റൊരാളെ വെച്ചെടുപ്പിക്കാനോ അതിനോടൊന്നും എന്തോ വലിയ താല്പര്യം തോന്നാറില്ല. നമ്മളൊരു ഇതല്ലല്ലോ നമ്മുടെ ജോലി ഉണ്ട്, കൂലിപ്പണി ഉണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യണത്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഈ വീഡിയോ കാണുമ്പോൾ, അതെന്തോ ആകട്ടെ. എന്നാലും ഒരുപാട് പേര് ഈ വീഡിയോ കാണാൻ വേണ്ടി സമയം ചിലവഴിക്കണ്ടല്ലോ. വലിയ നന്ദി കേട്ടോ കാണുന്നവരോട്. ഞാൻ ആദ്യമൊക്കെ വീഡിയോ തുടങ്ങിയ സമയത്ത്, ചാനൽ തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് തുടങ്ങണത്. ഇപ്പം തന്നെ റീച്ചാകും. പക്ഷേ അതൊന്നും നമുക്ക് പറ്റിയൊരു പരിപാടിയായിട്ട് തോന്നിയില്ല. കുറേ നാൾ ചെയ്തു കേട്ടോ. അന്ന് യാത്രകളൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് കരുതിയത്. യാത്രയായിട്ടാണ് വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പൈസ മുടക്കും, നമ്മുടെ പണിക്കും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു താല്പര്യം തോന്നിയില്ല. പിന്നെ അങ്ങനെ നിർത്തി വെച്ചു കുറേ നാൾ. ആ സമയത്തൊക്കെ പറയുമായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. പിന്നെ എനിക്ക് തോന്നി സമയം ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ്. താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കാണുമല്ലോ വീഡിയോ. പറഞ്ഞ ഒരാളോട് എൻ്റെ വീഡിയോ കാണൂ എന്ന് പറയണതിലൊന്നും വലിയ കാര്യമില്ല. താല്പര്യമുള്ളവർ കാണട്ടെ, അല്ലാത്തവർ കാണണ്ട. അല്ലാണ്ട് ആരെയും നിർബന്ധിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ആരും കാണണമെന്നും അങ്ങനെ നിർബന്ധം പറയണില്ല. സമയമുള്ളവരും ഈ വീഡിയോസിനോട് താല്പര്യമുള്ള എൻ്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളും അല്ലാത്ത ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. എന്നെ അറിയാത്തവരെങ്കിലും ചിലപ്പോൾ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കാണൂ. അല്ലാണ്ട് ആരെയും നിർബന്ധിച്ച് എൻ്റെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം അങ്ങനെയൊന്നും പറയുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നണില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ മറ്റൊരാളെയും ഒരു പേരെടുത്ത് പരാമർശിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം അങ്ങനെ ഒരു വലിയ റീച്ചാകണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ലല്ലോ ചെയ്യണത്. ഒരു സന്തോഷം, മനസ്സിന് സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി വീഡിയോ ചെയ്യണം. വലിയ എഡിറ്റിംഗ് ഒന്നുമില്ല, നോർമലായിട്ട് എടുക്കുക, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കളിയാക്കണ ഒരുപാട് പേരൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ. എനിക്ക് അതിനോട് അങ്ങനെ കളിയാക്കാനൊന്നും നിൽക്കണ്ട ആരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആർക്കും അങ്ങനെ കളിയാക്കേണ്ട ഒരു കാര്യമില്ല. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മാത്രം മതി. എന്നെ അടുത്തറിയണ കുറേ സുഹൃത്തുക്കളാണ് ലൈക്ക് ചെയ്യണതും കമൻറ്റ് ചെയ്യണതൊക്കെ. അപ്പോൾ കളിയാക്കാനൊന്നും ആരും നിൽക്കണ്ട. അതിൻ്റെ ആവശ്യം എന്തിരിക്കണം. നിങ്ങൾ അങ്ങനെ നിർബന്ധിക്കണമില്ല ഞാൻ അങ്ങനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്.
ഇതൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യണ വീഡിയോ അല്ല. ചിലപ്പോൾ ഇപ്പോൾ ഒരു മൂഡ് തോന്നി, ഇപ്പോൾ ഒരു താല്പര്യത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ താല്പര്യമില്ലാന്ന് തോന്നി, ചിലപ്പോൾ നിർത്തി വയ്ക്കും. അതൊക്കെ ഓരോരോ എന്താ പറയുക, മനസ്സിൻ്റെ ഓരോ ചിന്തകളനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഒരു വീഡിയോ നമ്മളൊരു ഫോണിലൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കണേക്കാളും നല്ലത്, ഏറ്റവും നല്ലത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനാണ്. ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ കിടന്നോളുമല്ലോ. വേണമെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് കാണാം ഇടയ്ക്കിടയ്ക്ക്. ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. ഫോൺ മെമ്മറിയും പോകില്ല. ഒരു 5-10 കൊല്ലമൊക്കെ കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ ആ പഴയ കാലങ്ങളൊക്കെ എടുത്ത് കാണുകയും ചെയ്യാം. അപ്പോൾ ഈ ഇതൊക്കെ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഭാഗമൊക്കെ. അത് നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് സ്വന്തം യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഇടുക എന്നുള്ളത്. അത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർ അത് കാണുന്നു, കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യാത്തവരോട് താല്പര്യമില്ല കേട്ടോ. എന്താ അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ തിരിച്ചിഷ്ടപ്പെടില്ല. ഞാൻ അങ്ങനെയാണ്. എന്നെ ഇഷ്ടപ്പെടാത്തവരെ ഞാൻ തിരിച്ചങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അതങ്ങനെയാണ്. ഞാനങ്ങനെയാണ്. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എൻ്റെ കാര്യം ഇങ്ങനെയാണ്. ആരോടും വിരോധമോ ദേഷ്യമൊന്നും വെച്ച് പുലർത്തുന്നൊരു സ്വഭാവം അങ്ങനെ അതിനോടും താല്പര്യമില്ല. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ച് കഴിയുമ്പോൾ തിരിച്ചെന്തെങ്കിലും പറയുന്നു മാത്രമേ ഉള്ളൂ. ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും താല്പര്യമുണ്ട്. എൻ്റെ വീടിന് തൊട്ടുമേൽ ഒരു കാണുമ്പോൾ ഒരു കാടിൻ്റെ ഒരു പ്രതീതിയൊക്കെ തോന്നണില്ലേ. കാപ്പിക്കുരും അതും ഇതൊക്കെയാണ് കേട്ടോ. അടയ്ക്കാമരവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അധ്വാനിച്ച് മേടിച്ചൊന്നുമല്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സ്ഥലമാണ്. കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു വീടൊക്കെ വെച്ച് സമാധാനപരമായിട്ട് ഇവിടെ താമസിക്കണതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മൾ വീഡിയോസൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ ചെയ്യുക, സ്വന്തമായിട്ടുള്ള അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുക, അതൊക്കെ. ഇതിപ്പോൾ ഞാൻ പറയണ എന്തിന് 2 വശം ഉണ്ടാവുമല്ലോ. ചിലർ നന്നായിട്ട് എടുക്കും, ചിലർ അതിനെ നെഗറ്റീവായിട്ട് എടുക്കും. എങ്ങനെ എടുക്കും, ഇപ്പോൾ ഇതെങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കി തരാമെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇത്രയും വലിയ വീഡിയോസൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും കാണാനും സമയം ഉണ്ടാവില്ല. സമയക്കുറവാണല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ബോധിപ്പിക്കണം എന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അതിനുള്ള സമയം എനിക്കുമില്ല, വീഡിയോസ് കാണുന്ന ആർക്കും ഉണ്ടാകില്ല. നോർമൽ ഓരോരുത്തരും ചെയ്യണ വീഡിയോസിൻ്റെ രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടാകില്ല, അല്ലെങ്കിൽ പിന്നെ അതുപോലെ എഡിറ്റ് ചെയ്യലുണ്ടാകില്ല എൻ്റെ വീഡിയോസൊന്നും. എന്നിരുന്നാലും ഞാനിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയണില്ല. ഒരുപാട് പേരെന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേർക്ക്. ഇപ്പോൾ ഈ അടുത്തും കൂടി ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചയുള്ള വീഡിയോസിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പോൾ അതിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടോ, നല്ലത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ പറയണ കാര്യങ്ങളിലൊക്കെ തിരുത്തലുകളെ പറ്റി നേരിട്ട് എന്നോട് സംസാരിച്ചു. മെസ്സേജിലൂടെയല്ല, നേരിട്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അത് നമ്മളെ എല്ലാവരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരില്ല. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും. അതെന്തോ ആവട്ടെ. എന്നാലും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് മതി. നമ്മൾ സ്വന്തം സന്തോഷം മാത്രം നോക്കുക, മറ്റൊരാളെ വേദനിപ്പിക്കാതെ. വേറൊരാൾ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കണേക്കാൾ നല്ലത് ആരെയും ഉപദ്രവിക്കാതെ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അത് മതി. ഞാനിനി ഇതുപോലെ ഇങ്ങനെ വീഡിയോസ് ചെയ്യണം, എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. കണ്ടൻറ് അന്വേഷിച്ച് എവിടെയും പോകണല്ലോ. എൻ്റെ ഒരു ദിവസത്തെ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ കാണുന്ന സ്ഥലങ്ങൾ അതെടുത്തിട്ടാൽ മതിയല്ലോ. ഇതിനു വേണ്ടി സമയം എനിക്ക് വേറെ ചിലവഴിക്കാനില്ല. അപ്പോൾ എന്താണോ ഒരു ദിവസം ചെയ്യണത് അതിൽ നല്ല ഭാഗങ്ങൾ എടുത്തിടുക. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ അത് കാണും, സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒരുപാട് നന്ദി. വീണ്ടും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.